ആലത്തൂരിൽ ഇത്തവണ ജനങ്ങൾ LDFിനൊപ്പം നിന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രമ്യ ഹരിദാസിനെ മന്ത്രി കെ രാധാകൃഷ്ണനിലൂടെ LDF ഇത്തവണ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിജയത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഫാക്ടറായി മാറി പ്രവർത്തിച്ചിട്ടുള്ള AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിന്ന് കഴിഞ്ഞ തവണ രമ്യയ്ക്ക് കിട്ടിയത് 6000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ LDFിന് ലീഡ് നേടാൻ സാധിച്ചു. അതിനെല്ലാം പ്രവർത്തിച്ചത് AV ഗോപിനാഥ് എന്ന് പറയുന്ന ഫാക്ടറാണ്. AV ഗോപിനാഥ് ഇപ്പോൾ നമ്മളൊപ്പം ശരിയാണ്. എങ്ങനെ കാണുന്നു ഈ UDFിൻ്റെ ഈ തോൽവി? അല്ല, UDFിൻ്റെ തോൽവി സംഘടനാപരമായ പരാജയമല്ലേ. പാർട്ടിയുടെ നല്ല ആളുകളെ മുഴുവൻ മാറ്റി നിർത്തി. എന്നിട്ട് കുറേ ആളുകൾ കൊണ്ട് നടന്നു. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് കുറ്റപ്പെടുത്താനും ഞാനില്ല. കാരണം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളല്ലേ. ഇതുപോലെ ഏകദേശം എല്ലാവരെയും പുറത്താക്കി വെച്ചിട്ടുണ്ട്. അറിയാതെ പുറത്താക്കിയ ആളുകളുണ്ട്. അവരുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ റിസൾട്ട് വന്നതിന് പിന്നാലെ DCC പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പിഴവാണ് ഈ ഒരു തോൽവിക്ക് കാരണം, പാർട്ടിക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്നാണ്. ഇത്തരം വെട്ടിത്തരം ലോകത്താരാ പറയുക? പാർട്ടിയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്, പാർട്ടിയാണ് വിജയിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഘടകം. 1 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ ആ 1 ലക്ഷം വോട്ടർമാരെ മുഴുവൻ സ്ഥാനാർത്ഥി പോയി കാണാൻ കഴിയുമോ? പാർട്ടിയുടെ അടിത്തറ, പാർട്ടിയുടെ സംഘടനാ ശേഷി കൊണ്ടാണ് എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാറും തോൽക്കാറും ഉള്ളത്. സംഘടനാ തലത്തിൽ ശക്തമായ ഒരു സംവിധാനമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ജയിക്കും, അതില്ല കണ്ട സ്ഥാനാർത്ഥി തോൽക്കും. അപ്പോൾ വ്യക്തിയാണ് അതിൻ്റെ പ്രധാനം പറഞ്ഞാൽ അതൊക്കെ ലോക പൊട്ടത്തരങ്ങളുടെ ഒരു കാര്യം. ഇന്നലെ DCC പ്രസിഡന്റ് പ്രതികരിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെരിങ്ങോട്ടുകുറിശ്ശി ഒരു ഫാക്ടറിയേ ആയിട്ടില്ല ഈ തോൽവിക്ക് എന്നാണ്. ചെറിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ നേടിയിട്ടുള്ളൂ എന്നാണ് LDF. അങ്ങനെ തമാശ പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടത്തിയ പരിചയമോ തെരഞ്ഞെടുപ്പിനെ കറിയുന്ന ഒരാളോ ഇല്ല. ഇന്ന് 60 കൊല്ലത്തിന് ശേഷം ആദ്യമാണ് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നത്. രാഷ്ട്രീയം പഠിക്കാൻ അറിയണ്ടേ ആദ്യം. ഈ 60 കൊല്ലത്തിന് ശേഷം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ലീഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇന്നുവരെ ഏത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ കോൺഗ്രസ് മാത്രമേ ലീഡ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം പോയിട്ടല്ലേ 700, 800, 1000 ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിവേകമുള്ളവൻ ഇത്തരം അഭിപ്രായങ്ങൾ പറയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ AV ഗോപിനാഥ് എന്ന് പറയുന്ന താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF നൽകിയ പിന്തുണ വരും തെരഞ്ഞെടുപ്പുകളിലും നൽകുക? LDF അങ്ങനെയില്ല. ഞങ്ങളൊരു നയം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞങ്ങളൊരു നയം വ്യക്തമാക്കി. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ ഞങ്ങളുടെ കാഡർ സിസ്റ്റമാണ്. ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മാതിരി എല്ലാവരുടെയും വീട്ടിലൊന്നും ഞങ്ങൾക്ക് കയറണ്ട. ഞങ്ങൾക്ക് ചില വ്യക്തികളെ, ഞങ്ങളുടെ കാഡേഴ്സിനെ വിളിച്ച് നമ്മുടെ നിലപാട് ഇന്നതാണെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നടപ്പിലാക്കാനുള്ള ആ സിസ്റ്റത്തിന് ഇന്ന് നിൽക്കുകയാണ്. ഈ ആലത്തൂർ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. ഇല്ലാന്ന് പറയട്ടെ, തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ തോൽവിയിൽ നിന്നാണ്. കോൺഗ്രസ് പഠിക്കും എന്ന് തോന്നുന്നില്ല. കാരണം മന്ദബുദ്ധികളാകുമ്പോൾ സ്വാഭാവികമായി അവരെ പിന്നെന്താ പഠിപ്പിക്കുക? നമ്മൾ അവരെ സ്വാഭാവികമായിട്ടും അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ബഡ്സ് സ്കൂളിലൊക്കെ ചേർത്തിയൊക്കെ ശരിയാക്കി വരണം. സമയമെടുക്കും ഇത് നേടാക്കിയെടുക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഡർ സിസ്റ്റം ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, 60 കൊല്ലം കോൺഗ്രസ്സിന് മാത്രം, മറ്റൊരു പഞ്ചായത്തിനും ഇത് പറയാൻ പറ്റില്ല. 60 കൊല്ലം കോൺഗ്രസ്സിന് വേണ്ടി മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച ജനം തിരിച്ച് അരിവാളും ചുറ്റിയ നക്ഷത്രത്തിൽ പോയി വോട്ട് ചെയ്യണം. അതൊരു നിസ്സാര കാര്യമല്ല. അത് ഈ ഇത്രയും ആളുകളെ 4000-5000 വോട്ടിൻ്റെ മാറ്റം ഉണ്ടായി പെരിങ്ങോട്ടുകുറിശ്ശിയിൽ. ഈ 6000 വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സുമോദിന് 3000-4000 വന്ന വോട്ടിനെ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം CPM-നാകണമെങ്കിൽ അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ചെയ്തു നോക്കിയിട്ട് എന്നോടൊന്ന് പറയട്ടെ. അത് ഞങ്ങളുടെ ക്യാഡറിൻ്റെ സംവിധാനമാണ്. പലരും അരിവാളിന് ചുറ്റി അത്ര വോട്ട് ചെയ്യാൻ കഴിയാത്ത, മനസ്സ് വരാത്ത ആളുകൾ, പ്രായം ആളുകളൊക്കെ BJP കൊണ്ട് വോട്ട് ചെയ്തു. പക്ഷെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ല. അതൊന്നും പഠിക്കട്ടെ അല്ല മനസ്സിലായി. ഞങ്ങൾക്ക് പിന്നെ ക്ലാസ് എടുക്കാൻ പോകാനൊന്നും തയ്യാറില്ല. ഞങ്ങൾ വളരെ നന്നായിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.